കൃഷ്ണദാസൻ ചേട്ടൻ അടിയിലൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. നീ ഗീർവാണ പ്രസംഗം നടത്താൻ ഉപയോഗിക്കുന്ന നിന്റെ മുഖത്തിന് മുന്നിൽ ഇരിക്കുന്ന ഉപകരണം ശാസ്ത്രത്തിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് ഉവേ. ഇത് വീണ്ടും അതായത് മതത്തിൻ്റെ വശം ചേർന്ന് നിൽക്കുന്ന ആളുകൾ അവർക്ക് മൈക്ക് യൂസ് ചെയ്യാൻ പാടില്ല, അവർക്ക് ഈ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല, അവർക്ക് ഇവിടെ കിടക്കുന്ന ലൈറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ശാസ്ത്രം കണ്ടുപിടിച്ചതാണ്. ഇനി നമുക്ക് ഫാക്ട് എടുക്കാം. ലോകത്ത് ഈ കണ്ടുപിടുത്തങ്ങളിൽ നിങ്ങൾ പറയുന്ന മൈക്കാണെങ്കിലും ക്യാമറ ആണെങ്കിലും ഈ ലൈറ്റ് ആണെങ്കിലും ഈ വാട്ടവർ ഈ കണ്ടുപിടുത്തങ്ങളിൽ നിങ്ങൾ ഈ പറയുന്ന മതമില്ലാത്ത ആളുകൾക്ക് എത്രമാത്രം കോൺട്രിബ്യൂഷൻസ് ഉണ്ട് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? എത്രമാത്രം എത്ര പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ ഈ മതമില്ലാത്ത ആളുകൾക്കുണ്ട്? മതമുള്ള ക്രിസ്ത്യൻസ് ആയിട്ടുള്ള മുസ്ലിംസ് ആയിട്ടുള്ള ജ്യൂസ് ആയിട്ടുള്ള ആളുകൾ അവർ എത്രമാത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്? ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്. അപ്പോൾ ശാസ്ത്രവും നാസ്തികതയും തമ്മിൽ, ശാസ്ത്രവും നിരീശ്വരവാദവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അതിനെങ്ങനെ കൂട്ടിക്കെട്ടാൻ നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, നടക്കൂല. കാരണം ഫാക്ട് നിങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് ശാസ്ത്രം ആരുടെയും തറവാട് സ്വത്തൊന്നുമല്ല, ശാസ്ത്രം എല്ലാവരുടേതുമാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒന്നുകിൽ യൂട്യൂബിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വെച്ചിട്ടാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് അൽഗോരിതം, ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ പിന്നിലുള്ളത് അൽഗോരിതമാണ്. ഈ അൽഗോരിതം കണ്ടുപിടിച്ചാരാണ്? അൽ ഹവാരിസ്മിയാണ്. അദ്ദേഹം മുസ്ലിമാണ്. ഈ കാണുന്ന ലൈറ്റ് ഉള്ളതുകൊണ്ടാണ്, ആ ലൈറ്റ് റേസുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളുടെ ഈ വീഡിയോ പോലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നത്. ഈ ലൈഫ് സയൻസിന്റെ പിതാവാരാണ്? ഇബ്നുൽ ഹൈത്തമാണ്. അദ്ദേഹം ഒരു മുസ്ലിമാണ്. ഇത് നമ്മൾ പറയുന്നത് ഇതൊക്കെ മുസ്ലിങ്ങൾ കണ്ടുപിടിച്ചാണ്, ഇത് ഞങ്ങളുടെ കുത്തകയാണ്, ഇനി ആരും നിങ്ങളാരും ലൈറ്റ് ഇടാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങളാരും ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പാടില്ല, കാരണം അൽഗോരിതം മുസ്ലിങ്ങളുടേതാണ്. അങ്ങനെ ഞങ്ങളാരും ആ നിലവാരമില്ലാത്ത വില കുറഞ്ഞ ആശയങ്ങൾ പറയാറില്ല സുഹൃത്തുക്കളെ. ഇത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, എന്നിട്ട് നിങ്ങൾ ശാസ്ത്രത്തിന്റെ വലിയ ആളുകളായി വരികയും ചെയ്യും. നാസ്തികരൊന്നും കണ്ടുപിടിക്കില്ല, എന്നിട്ട് ശാസ്ത്രത്തിന്റെ വലിയ ആളുകളായി വന്നിട്ട് നീ ഉപയോഗിക്കുന്ന മൈക്ക് അത് ശാസ്ത്രത്തിന്റെ അല്ലടാ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഇത് വില കുറഞ്ഞ കാര്യമാണെന്ന് ഈ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. നാസ്തികതയും കാര്യങ്ങളും അതൊക്കെ LKG ലെവലാണ്. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ആ LKG ലെവലൊക്കെ വിട്ട് ഒന്നൊരു ഹൈസ്കൂളിലേക്ക്, ഒരു ഹയർ സെക്കൻഡറിയിലേക്കൊക്കെ എത്തണം. അവിടെ എത്തുമ്പോൾ മനസ്സിലാവും എന്താണ് മതം സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തത്, എന്താണ് മതത്തിന്റെ കോൺട്രിബ്യൂഷൻസ്, എങ്ങനെയാണ് ഒരു സമൂഹ സൃഷ്ടിക്ക് മതം നിദാനമാകുന്നത്, എന്താണ് മതം മുന്നോട്ട് വെക്കുന്ന പർപ്പസ്, ഇതൊക്കെ അന്നേരം മനസ്സിലാവും. അപ്പോൾ അതൊന്നും എത്താതെ ആ ഒരു ലെവലിലേക്ക് എത്താതെ LKG എത്തുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പിന്നെ ഡയലോഗ് അടിക്കാൻ നിൽക്കരുത് എന്നാണ് ഇങ്ങനെയുള്ള ആളുകളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. അതുകൊണ്ട്